മസ്കത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് മത്ര. അതിൽ തന്നെ മത്ര കോർണിഷ് വളരെ മനോഹരമാണ്. ഈ തണുപ്പ് കാലത്ത്, ഈ ശീതകാലത്ത് മത്ര കോർണിഷും മത്രയുടെ പ്രദേശങ്ങളും കൂടുതൽ സുന്ദരമാകാറുണ്ട്. അതിന് പ്രധാന കാരണം ഈ പ്രാവുകളുടെ ഒരു കാഴ്ചയാണ്. ഒമാനിൽ ഇപ്പോൾ വിൻ്റർ സീസണാണ്. താപനില നന്നേ കുറഞ്ഞിട്ടുണ്ട്. ജബൽ ഷംസ് ഒക്കെ -ഡിഗ്രിയിലെത്തി മഞ്ഞു പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒമാനിലെ കടൽ തീരങ്ങളിൽ വിരുന്നെത്തിയ ഒരു കൂട്ടം അതിഥികളുണ്ട് ഇപ്പോൾ. മസ്കത്തിലെ മത്ര പോർട്ട് ഈ അതിഥികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് ഇവരെ കൂടുതലായി കാണുക. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ പക്ഷികളാണ് ഇവർ. മത്ര കോർണിഷിന്റെ തീരങ്ങളിൽ അല്പനേരം ഒന്ന് വിശ്രമിക്കും. ഫിഷ് മാർക്കറ്റിനരികിലേക്ക് കൂട്ടമായി പറന്നിറങ്ങും. കൊത്തിപ്പെറുക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടാവണം. പിന്നെ ഒരു പറക്കലാണ്, ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക്, അതുപോലെ തിരിച്ചു. വളഞ്ഞു കിടക്കുന്ന കടൽ തീരത്തെ പക്ഷിക്കൂട്ടത്തിന്റെ ഈ പറക്കുന്ന കാഴ്ച തന്നെയാണ് തീരത്തെ ഇപ്പോഴത്തെ പ്രധാന ആകർഷണം. ഈ മത്രയിൽ തണുപ്പ് കാലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ തണുപ്പ് കാലം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ആസ്വാദകർ, വിദേശികൾ വരുന്നത് നമ്മുടെ ഈ മത്രയിലാണ്. മത്രയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കരയും കടലും ഒന്നിച്ച് നിൽക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു കോർണിഷ് ഏരിയ. വിദേശികളായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഞങ്ങൾ ആസ്വദിക്കുന്ന ഒരു സമയമാണ്. തന്നെയുമല്ല, ഈ GCCയിലെ മറ്റേത് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഉപരി ഒരു ശാന്തവും സുന്ദരവുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഈ മത്രയിൽ നിന്നല്ല, ഒമാന്റെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ലോകത്തിലെ പ്രധാന പക്ഷി ദേശാടന ഇടനാഴികളിൽ ഒന്നിലാണ് ഒമാൻ സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുമുള്ള പക്ഷിക്കൂട്ടങ്ങളാണ് സുൽത്താനിനെ ഇടത്താവളമാക്കുന്നത്. നിലവിൽ 70 ഇടത്താവളങ്ങൾ ഒമാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ തണുപ്പ് ഈ വർഷം അനുഭവപ്പെടുന്നുണ്ട്. അതുകൂടാതെ വിനോദസഞ്ചാരികൾ കൂടുതൽ വരുന്നത് ഈ സമയത്താണ്. ഷിപ്പുകളും മറ്റുള്ള ഈ സമയത്താണ് കൂടുതൽ വരുന്നത്. പിന്നെ ഇത് 1-2-3 മാസം കൂടി ഇത് നീണ്ടു നിൽക്കും. കാരണം ഈ തണുപ്പ് പോകുന്നവർ വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ മത്രയെ സുന്ദരമാക്കുന്നത് ഈ പ്രാവുകളും, അതുപോലെ നടക്കാൻ വരുന്ന ആൾ പ്രാവിൽ തീറ്റ കൊടുത്തുകൊണ്ടും, പിന്നെ വാക്കിന് പോകുന്ന ആൾക്കാരും. അതുകൊണ്ട് ഈ തണുപ്പ് സീസണിലാണ് മത്ര ഏറ്റവും കൂടുതൽ സുന്ദരമാകുന്നത്. പഴയ കാലത്തെ കച്ചവട കേന്ദ്രവും തുറമുഖവുമായ മത്രക്ക് ഇന്നും ഒമാന്റെ സാമ്പത്തിക സാംസ്കാരിക ജീവിതത്തിൽ വലിയ പങ്കുണ്ട്. ചരിത്രപരമായ കെട്ടിടങ്ങളും ആധുനിക വികസനങ്ങളും ഒത്തുചേരുന്ന ഇടം. ശൈത്യകാലം എത്തിയാൽ മത്രയിലെ കാഴ്ചകൾ കൂടുതൽ സുന്ദരമാകുന്നത് ദേശാടന പക്ഷികളുടെ ഈ സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. മത്ര പോർട്ടിൽ നങ്കൂരമിടുന്ന ക്രൂസ് കപ്പലുകളിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ മനം കുളിർക്കുന്ന കാഴ്ച കൂടിയാണ് ഇത്.